ഹായ് നമസ്കാരം. ഈസി ആയിട്ട് ആർക്ക് വേണമെങ്കിലും കുക്കറിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ബിരിയാണിയാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. കണ്ടില്ലേ, നല്ല പെർഫെക്റ്റായിട്ട് റൈസും ചിക്കനും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ ബിരിയാണി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു 1/2 കിലോ ചിക്കനാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ചിക്കൻ നന്നായിട്ട് കഴുകി ഇതേപോലെ വെള്ളമൊക്കെ മാറ്റി വയ്ക്കുക. ഇതിലേക്ക് നമുക്ക് ബിരിയാണി മസാലയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഒരു 2 ടേബിൾ സ്പൂൺ ബിരിയാണി മസാല ആണ് ഇടേണ്ടത്. 1/2 കിലോ ചിക്കന് അത് 2-2.5 ടേബിൾ സ്പൂണോളം ഇടാം. ഈസ്റ്റേണിൻ്റെ ബിരിയാണി മസാലയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് പാകത്തിന് ഉപ്പും ചേർക്കുക. 1/2 കപ്പ് തൈരൂടെ ചേർക്കാം. തൈരില്ലാത്തത് കൊണ്ട് ഒരു വലിയ നാരങ്ങയുടെ അരമുറി നാരങ്ങയുടെ നീരാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂറോളം അടച്ചു വയ്ക്കുക. മസാലയൊക്കെ നന്നായിട്ട് പിടിക്കട്ടെ. ഇതിലേക്ക് പച്ചമുളക് വേണം, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി. ഇതൊക്കെ ഇത്തിരി കൂടിയാലും കുഴപ്പമില്ല. പച്ചമുളകല്ല കേട്ടോ, വെളുത്തുള്ളി. ഇഞ്ചി അധികം ആവണ്ട. ഇതെല്ലാം നന്നായിട്ടൊന്ന് ചതച്ച് വയ്ക്കുക. പേസ്റ്റായി പോരുത് അരിഞ്ഞ്. ഒരു 2-3 സവാള എടുക്കാം. വലിയ സവാളയാണ്ട് ഞാൻ 2 എടുത്തിട്ടുള്ളൂ. അത് അരിഞ്ഞ് വയ്ക്കാം. ഇതുപോലെ ഏലക്ക, ഗ്രാമ്പു, സ്റ്റാർ അനീസ്, കറുവാപ്പട്ട ഇത്ര എടുക്കാം. ഇതേപോലെയാണ് ഉള്ളി അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. 1/2 കപ്പ് മല്ലിയില എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് പുതിന എടുക്കാം. പുതിന ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ എടുക്കാഞ്ഞത്. 2 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അത് കഴുകി വയ്ക്കാം. ഇതിന് ശേഷം നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങാം. ഒരു കുക്കർ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് ഇതേപോലെ ഐറ്റംസ് എല്ലാം, നമ്മുടെ മസാല ഐറ്റംസ് ഉണ്ടല്ലോ, ഇതിട്ട് നന്നായിട്ടൊന്ന് വറക്കാം. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ചേർക്കാം. ഉള്ളി ചേർത്ത ശേഷം നമ്മൾ ഈ ചതച്ച് വെച്ചിരിക്കുന്ന മുളകുണ്ടല്ലോ, മുളക് മിക്സ്, അതും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ ഐറ്റം വളരെ നന്നായിട്ട് വഴറ്റണം കേട്ടോ. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് പച്ചമണം എല്ലാം പോകുന്നത് വരെ, ഉള്ളിയൊക്കെ നല്ല ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ വഴറ്റണം. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയും കൂടി ചേർക്കാം. മല്ലിയിലയും ചേർത്ത് നന്നായിട്ടൊന്ന് മണം വരുന്നത് വരെ ഒന്ന് വഴറ്റുക. ഉപ്പ് ചേർത്ത് വഴറ്റുമ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് വഴണ്ട് കിട്ടും. ഒരു ടേബിൾ സ്പൂൺ എണ്ണയും കൂടി ഈ സമയത്ത് നമുക്ക് ചേർക്കാം. നമ്മൾ തനിയെ നെയ്യിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നെയ്യ് മാത്രം ചേർക്കാം. അതിന് ശേഷം നമ്മൾ ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ചേർക്കാം. ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം. ഒട്ടും വെള്ളം ചേർക്കേണ്ട. ചിക്കനിൽ നിന്ന് കുറച്ച് ആവശ്യത്തിന് വെള്ളം ഇറങ്ങിക്കോളും. ചെറിയ തീയിലൊരു 10 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യാം. അതിനുശേഷം വേണമെങ്കിൽ ഇത്തിരി വെള്ളം തളിച്ചു കൊടുക്കാം കേട്ടോ. ഇതേപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ ഈ കഴുകി വെച്ചിരിക്കുന്ന അരി ഉണ്ടല്ലോ, അത് ഇതുപോലെ കൈകൊണ്ട് വാരി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഒട്ടും വെള്ളം കറക്റ്റ് ആവണം. അതിനു വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്, വെള്ളം എക്സ്ട്രാ ആവാതിരിക്കാൻ. ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിക്കാം. 1 കപ്പ് അരിക്ക് ഞാൻ 1/4 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. 2 ബേ ലീവ്സും കൂടി ഇട്ടിട്ട് നമുക്ക് കുക്കർ അടച്ചു വെച്ച് ഉപ്പൊക്കെ പാകത്തിനാക്കി ഒന്ന് വേവിക്കാം. 2 വിസിലാണ് ഞാനിവിടെ ഇട്ടിട്ടുള്ളത്. 2 വിസിൽ വളരെ കറക്റ്റായിരുന്നു കേട്ടോ. നമുക്ക് കുക്കറൊന്ന് തുറന്നു നോക്കാം. വളരെ പെർഫെക്റ്റായിട്ട് ചോറൊക്കെ വെന്തിട്ടുണ്ട്. ഒട്ടും കുഴഞ്ഞു പോയിട്ടില്ല, വേവാതെ ഇരുന്നിട്ടില്ല. ചിക്കനും പെർഫെക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. മട്ടണോ ബീഫോ ഒക്കെയാണ് നമ്മൾ ഈ ബിരിയാണി ഉണ്ടാക്കുന്നതെങ്കിൽ ആദ്യം അതൊന്ന് വേവിച്ചിട്ട് വേണം അരിയിട്ട് വേവിക്കാനായിട്ട്. അല്ലെങ്കിൽ അത് പാകത്തിന് വേവത്തില്ല. ഇതിപ്പോൾ ബ്രോയിലർ ചിക്കൻ ആയതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് വെന്ത് കിട്ടിയത്. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ അല്ലെ 1 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. നല്ല പെർഫെക്റ്റ് ബിരിയാണി കുക്കറിൽ റെഡി ആയിട്ടുണ്ട്.